അപ്പോൾ ഈ മോഡ്യൂളിൻ്റെ തുടക്കം വൈബ്രേഷനാണ്. വൈബ്രേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ നോട്ടങ്ങ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് എന്തുവാണ് നിങ്ങൾ വൈബ്രേഷൻസ് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് നമ്മളിപ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ വൈബ്രേഷനാണ്. അതായത് ഒരു പീരിയോഡിക് റിപ്പീറ്റഡ് മോഷനാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. പീരിയോഡിക് റിപ്പീറ്റഡ് മോഷന് ഒരു പ്രത്യേകത ഉണ്ടാവണം, അതൊരു മീൻ പൊസിഷന് വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ എന്തെന്ന് പറയും, മീൻ പൊസിഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു മീൻ പൊസിഷന് വിത്ത് റെസ്പെക്ട് ടു പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈബ്രേറ്ററി മോഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനി മോഷൻ ദാറ്റ് എക്സാക്ട്ലി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ആൻ ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് വൈബ്രേഷൻ. ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിന് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെ നമ്മൾ വൈബ്രേറ്ററി മോഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു പീരിയോഡിക്കൽ മോഷൻ ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, നമുക്കൊരു ആക്ച്വലി വൈബ്രേഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു. അപ്പോൾ ഏതൊരു ബോഡിയും, ഇപ്പോൾ ഒരു ബോഡീനെ നമ്മൾ ഇപ്പോൾ റബ്ബറിനെ ഞാൻ വലിക്കുന്നു, ഇലാസ്റ്റിക് ബോഡിയെ ഞാൻ വലിക്കുന്നു, അത് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. കാര്യം എന്താ, ആ ബോഡിക്കകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അഥവാ ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇവിടെ ഇരിക്കുന്ന ഒരു ബോഡി, അതായത് ഇവിടെ സ്പ്രിങ് മാസ് സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്തു. ഈ സ്പ്രിങ് മാസ് സിസ്റ്റത്തിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇത് താഴേക്ക് വരുന്നത്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഫോഴ്സിനനുസരിച്ച് ഈ മാസിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് വി ആർ ഗിവിങ് എ സർട്ടൻ, അതായത് നമ്മളൊരു എനർജി അവിടെ കൊടുക്കുകയാണ്. അപ്പം ആ എനർജി എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്കാണ്. ആ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി ഡിസിപ്പേഷൻ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. ആ എനർജി എന്ന് പറയുന്നതിനെ കാര്യം നമുക്ക് എനർജി ഒരിക്കലും സീറോ അല്ല. അതായത് എനർജി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇതിനെ ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് നിർത്തിയെന്ന് വെക്കുക. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പിന്നെ ഫോഴ്സ് അങ്ങ് വിടുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ കൊടുത്ത എനർജി അവിടെ പോയി, എങ്ങും പോയിട്ടില്ല. ഈ ബോഡിക്കകത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ബോഡിയും അതിനുണ്ടാകുന്ന, അപ്പോൾ ഇങ്ങനെ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ച് വരാനായിട്ട് ആ സ്ട്രെയിൻ എനർജി അവ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ആ എനർജി കൺവേർഷൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റം, അതായത് മാസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാനപ്പോൾ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കൊടുത്തു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ആ ബോഡിക്ക് സംഭവിച്ചതെന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് ആ ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. കാര്യം പൊസിഷന് വിത്ത് റെസ്പെക്ട് ടു ആ ബോഡിക്ക് ഉണ്ടാകുന്നത് എന്ത് എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. അഥവാ അതിനെ നമ്മൾ ഇവിടെ സ്ട്രെയിൻ എനർജി എന്ന് വിളിച്ചു. കാര്യം തിരിച്ച് പഴയ പൊസിഷനിലേക്ക്, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ആ എനർജി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആ ബോഡി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ, അതായത് നമ്മുടെ ഈ മീൻ പൊസിഷനിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയുടെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന സാധനം, അതായത് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജിയാണ് ആ ബോഡിക്ക് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ആ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ട് വരുന്തോറും ആ ബോഡിയിലേക്ക് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യപ്പെടുക, അഥവാ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ആ ബോഡിക്ക് ഉണ്ടാവുക, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വലിച്ചു നിർത്തിയിട്ട് ഞാൻ അങ്ങ് വിടുമ്പോൾ എന്ത് സംഭവിക്കും, ആ പൊട്ടൻഷ്യൽ എനർജി വേറെ ഏതെങ്കിലും എനർജി ആയിട്ട് കൺവേർട്ട് ആവണ്ടേ, അത് എന്തായിട്ട് കൺവേർട്ട് ആവും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അതായത് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങുവാണ്, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങുവാണ്. ആ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഇവിടെ നിന്ന് ഈ പൊട്ടൻഷ്യൽ എനർജി തിരിച്ച് ഏതെങ്കിലും ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ആവണ്ടേ. അപ്പോൾ ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഞാൻ അങ്ങ് വിടുക. അപ്പോൾ തിരിച്ചത് എന്തുവാണ്, അതിൻ്റെ സ്ട്രെയിൻ എനർജി ഉപയോഗിച്ച് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് റീസ്റ്റോറിങ്, അതായത് മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് ആ ബോഡി ശ്രമിക്കും. അപ്പോൾ ആ ബോഡി തിരിച്ച് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരിച്ച് മീൻ പൊസിഷനിൽ എത്തുമ്പോൾ, പഴയ രീതിയിൽ എത്തുമ്പോൾ ഞാൻ കൊടുത്ത പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം അറ്റ് മീൻ പൊസിഷൻ ദ കംപ്ലീറ്റ് സ്ട്രെയിൻ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ മീൻ പൊസിഷനിൽ അവിടെ എന്തുണ്ട്, നമുക്ക് ആ ബോഡിക്ക് എന്തുണ്ട്, ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആ ബോഡീനെ എന്ത് ചെയ്യിക്കുന്ന എനർജിയാണ്, മൂവ് ചെയ്യിക്കുന്ന എനർജിയാണ്. ബോഡി ഇവിടെ നിൽക്കത്തില്ല, ബോഡി ഇതും കൊണ്ട് നേരെ മുകളിലേക്ക് പോകും.
ഓക്കെ. എന്ന് പറയുമ്പം ഈ ബോഡി ഇവിടെ വയ്ക്കുമ്പോൾ മൂവ് ചെയ്യിക്കുന്ന എനർജി അല്ലേ, ആ എനർജി ഉപയോഗിച്ചിട്ട് അത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ആവപ്പെടും? കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടിങ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവപ്പെടുവാണ് ഈ ഒരു എക്സ്ട്രീം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ പൊസിഷൻ ആണെങ്കിൽ ഇങ്ങേ അറ്റത്ത് എത്തുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറ്റ് ഈസ് ദ എന്താണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പം ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആകുമ്പോഴത്തേക്ക് ആ ബോഡി എവിടെ നിൽക്കുന്നത്? മെയിൻ പൊസിഷനിൽ നിന്ന് മാറിയല്ലേ നിൽക്കുന്നത്. അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആ സ്റ്റോർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ഉപയോഗിക്കും. കാര്യം ഇക്വിലിബ്രിയം ഇവിടെയാണ്. അപ്പം ആ ബോഡി തിരിച്ചു വരാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും തോറും പൊട്ടൻഷ്യൽ എനർജി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുവാണ്? കൈനറ്റിക് എനർജി ആയിട്ട്. അഗെയിൻ ഈ പരിപാടി പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുവാണ്? കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാക്സിമം എന്തായി മാറും? കൈനറ്റിക് എനർജി ആയി മാറും. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഇത് വീണ്ടും എങ്ങോട്ടേക്ക് പോകും? താഴേക്ക് പോകും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും പൊട്ടൻഷ്യൽ എനർജി ആയി. പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എനർജി ഉപയോഗിച്ച് തിരിച്ച് പഴയ പൊസിഷനിൽ വരാൻ ശ്രമിക്കും. അപ്പോൾ ഈ കൈനറ്റിക് മീൻ പൊസിഷനിൽ നടക്കുന്നത് കൈനറ്റിക് എനർജി കൺവേർട്ടിങ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജിയിലേക്ക് മാറുവാണ്. സ്ട്രെയിൻ എനർജി തിരിച്ച് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ബോഡി ഉപയോഗിക്കുന്ന ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ്. ഓക്കെ. അപ്പം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി ആയിട്ട് കൺവേർട്ടായി മെയിൻ പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള എല്ലാം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി, അഥവാ സ്ട്രെയിൻ എനർജി ആയിട്ട് മാറി. ആ സ്ട്രെയിൻ എനർജി ഉപയോഗിച്ച് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അത് വീണ്ടും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവപ്പെടുന്നതുകൊണ്ടാണ് ആ എനർജി ഉപയോഗിച്ച് ഇതെന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് വി ആർ നോട്ട് പ്രൊവൈഡിങ് എനി റെസിസ്റ്റൻസ് ടു ദിസ് വൈബ്രേഷൻ ഇറ്റ് വിൽ കണ്ടിന്യൂ. ഈ എനർജി കൺവേർഷൻ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നോർമലി നമുക്ക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് വരും, എയറിൻ്റെ റെസിസ്റ്റൻസ് വരും. അങ്ങനെയൊക്കെയുള്ള റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജി എന്തായി തുടങ്ങും? അതായത് മെയിൻ പൊസിഷനിൽ എന്ത് സംഭവിക്കും? അവിടുത്തെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മെയിൻ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്? അവിടെ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ കൈനറ്റിക് എനർജി എല്ലാം എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മെയിൻ പൊസിഷനിലേക്ക് അത് തിരിച്ച് വരാൻ വേണ്ടി അതിൻ്റെ സ്ട്രെയിൻ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓർ സ്ട്രെയിൻ എനർജി, പഴയ പൊസിഷനിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി സ്ട്രെയിൻ എനർജിയാണ്. എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ എന്താണ് ഈ വൈബ്രേഷൻ സിസ്റ്റം അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് അങ്ങനെ വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിംപ്ലി പറഞ്ഞാൽ മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന വൈബ്രേഷനാണ്. അപ്പോൾ എനി മോഷൻ ദാറ്റ് മോഷൻ ദാറ്റ് എക്സാക്ട്ലി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് എന്താണ് വൈബ്രേഷൻ. അപ്പോൾ അതിൻ്റെ എനർജി കൺവേർഷൻ ആലോചിച്ചോളാം. ഇനി നമുക്ക് ഈ ഒരു വൈബ്രേഷൻ നടക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു സ്പ്രിങ് മാസ് സിസ്റ്റത്തിൽ വൈബ്രേഷൻ നടക്കണമെങ്കിൽ ആ ഒരു ഇനിഷ്യലി നമ്മളൊന്ന് വലിച്ചു വിടണം. അതായത് ചുമ്മാ അവിടെ വെച്ചിരുന്ന എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൈബ്രേഷൻ നടക്കത്തില്ല. ആദ്യം ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കണം. അതിനെ നമ്മളെന്ന് വിളിക്കും ഡിസ്റ്റർബൻസ് ഓർ ഇനിഷ്യൽ ഫോഴ്സ് എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേസ് ദ ബോഡി ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ. അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ആ ബോഡീനെ എന്ത് ചെയ്യാൻ വേണ്ടി, ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സിനെ നമ്മൾ ഡിസ്റ്റർബൻസ് ഓർ ഇനിഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ദെർഫോർ ആസ് എ റിസൾട്ട് ദർ വിൽ ബി എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അവിടെ എന്താണ്, ആ ബോഡിക്കകത്ത് ഒരു സ്ട്രെയിൻ എനർജി കൊണ്ട് ആ ബോഡിക്കകത്ത് എന്ത് ചെയ്യും, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ബ്രിങ്സ് ദ ബോഡി ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണോ വലിക്കുന്നത് അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ആ ബോഡിക്കകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും അതിന് ഇക്വലൻറ്റ് ടു സ്ട്രെയിൻ എനർജി. നമ്മൾ ഗിവൺ എനർജി എത്രയാണോ അതിന് ഇക്വലൻ്റ് ആയിട്ടായിരിക്കും അത് വരുന്നത്. ഇനി അടുത്ത ടേംസ് യൂസ്ഡ് ഇൻ വൈബ്രേറ്ററി സിസ്റ്റം. ഫസ്റ്റ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്താണെന്ന് അറിയാലോ, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ബൈ എ വൈബ്രേറ്ററി ബോഡി ടു റിപ്പീറ്റ്സ് ദ മോഷൻ. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ, അതായത് ഇവിടെ ഇപ്പോൾ ഒരു വൈബ്രേറ്ററി സിസ്റ്റം മാർക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്, മുകളിലേക്കും താഴേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ടൈമിനനുസരിച്ച് ഇത് ടൈമാണ്, ഈ ടൈമിന് ഇങ്ങോട്ട് പോകുന്നതോടെ ടൈമിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതാണ് ഒരു സൈക്കിൾ. അതായത് ഇവിടെ തുടങ്ങി അങ്ങ് മോളിൽ പോയി പിന്നെ തിരിച്ച് ഇവിടെ വരണം, അതാണ് ഒരു സൈക്കിൾ. അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ തുടങ്ങിയാൽ ഇവിടെ നിന്ന് തുടങ്ങി താഴെ വരണം, തിരിച്ച് ഇവിടെ വന്നാൽ ഒരു ഇതായില്ല, റിപ്പീറ്റഡ് മോഷൻ ആയില്ല, അത് മോളിൽ പോവുക പിന്നെ തിരിച്ച് എവിടെ വരണം, താഴെ വരണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എടുക്കുന്ന സമയം, അതായത് മീൻ പൊസിഷൻ തുടങ്ങി താഴെ വന്നു മോളിൽ പോയി പിന്നെ തിരിച്ച് മീൻ പൊസിഷൻ വരുന്നു, അതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടി എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു റിപ്പീറ്റ് ടേക്കൺ ബൈ എ വൈബ്രേറ്ററി ബോഡി ടു റിപ്പീറ്റ്സ് ദ മോഷൻ സെൽഫ്. അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ, അതായത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, ഇറ്റ് ഈസ് നോൺ ആസ് ടൈം പീരീഡ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ മോഷൻ കംപ്ലീറ്റഡ് ഇൻ വൺ ടൈം പീരീഡ്. അതായത് ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷൻ അല്ലെങ്കിൽ ദ റിപ്പീറ്റിംഗ് മോഷൻ ഈസ് നോൺ ആസ് എന്താണ്
സൈക്കിൾ നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷനാണ് സൈക്കിൾ. അപ്പോൾ ടൈം പീരീഡിൻ്റെ സെക്കൻഡാണ് എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത സമയമാണ് നമ്മൾ ടൈം പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 6 സെക്കൻഡ് എടുത്ത്. ഇപ്പോൾ ഒരു ഊഞ്ഞാലാടുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആട്ടി വിടുമ്പം ഇവിടെ നിന്ന് അങ്ങ് മോളിൽ പോയി പിന്നെ തിരിച്ച് ഇവിടെ നമ്മൾ സ്ഥലത്ത് ആട്ടുന്ന ആളിൻ്റെ സ്ഥലത്ത് എത്തുന്നത് വരെ ഉള്ളതാണ് ആ ഒരു സമയം. നിങ്ങൾ വാച്ചിൽ നോക്കിയാൽ കിട്ടുന്ന സമയമാണ് അതിൻ്റെ ടൈം പീരീഡ്. അതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ ആണ് മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ആൻ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷൻ നമ്മൾ എന്ന് വിളിക്കും പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കും. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലം ഇപ്പം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മീൻ പൊസിഷനുണ്ട്. ഊഞ്ഞാലാടുന്ന കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ മീൻ പൊസിഷനുണ്ട്. ആ മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വൈബ്രേറ്ററി ബോഡി ഫ്രം ദ മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷൻ എന്നപ്പോൾ എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ബോഡി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പം 2 സെക്കൻഡ് വേണ്ടി എടുക്കും. ചിലപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു 5 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രീക്വൻസി 5 ആണ്. ഒരു സെക്കൻഡിൽ ചില ബോഡി 10 തവണ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണെങ്കിൽ എൻ്റെ 10 ആണ് എൻ്റെ എൻ്റെ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി, അപ്പോൾ ഞാനിത് പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനമാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ദ നമ്പർ ഓഫ് സൈക്കിൾ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ് ആണ്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ടു ദിസ് വൈബ്രേഷൻ ഈസ് നോൺ ആസ് ഡാമ്പിംഗ്. റെസിസ്റ്റൻസ് ടു വൈബ്രേഷനാണ് നമ്മൾ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഇത് ഉപയോഗിച്ച് എൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ഞാൻ ഒരു ഫോഴ്സ് വെച്ച് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വൈബ്രേഷൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും ഒരു ഫോഴ്സ് കൊടുക്കണം. ഇങ്ങോട്ട് താഴേക്ക് വലിച്ചു വിട്ടാൽ അത് വൈബ്രേഷൻ അസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്, അഥവാ ഡിസ്റ്റർബിംഗ് ഫോഴ്സാണ്. പക്ഷേ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്താൽ അതിനെ നമ്മൾ ഡാമ്പിംഗ് എന്ന ടേം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ പെൻഡുലം ഇങ്ങനെ എടുത്തിട്ട് ആടുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പോൾ അത് നിൽക്കുമല്ലോ. കാര്യം എന്താ? എയർ റെസിസ്റ്റൻസ്, ഗ്രാവിറ്റിയൊക്കെ അത് ഡാമ്പിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ടൈപ്സ് ഓഫ് വൈബ്രേറ്ററി മോഷൻസ് പല ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. നമ്മൾ ഊഞ്ഞാലാട്ടുമ്പോഴത്തേക്ക് ആദ്യം ഒരു ബോഡീനെ നമ്മൾ ഒരു തവണ ആട്ടിയിട്ട് പിന്നെ നമ്മളങ്ങ് മാറി നിൽക്കുവാണെങ്കിൽ ആദ്യം ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുത്തു. പിന്നെ ആ ബോഡി എന്ത് ചെയ്യുകയാണ്? ഇറ്റ്സ് ഓൺ ടെൻഡൻസിയിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വൈബ്രേഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് വെൻ എ ബോഡി ഈസ് അലൗഡ് ടു വൈബ്രേറ്റ്സ് ഇറ്റ്സ് ഓൺ ആഫ്റ്റർ ഗിവിങ് ആൻ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബോഡി സ്വന്തം ഇതിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചാൽ അതിനെ നമ്മൾ ഫ്രീ വൈബ്രേഷൻ ഓർ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിന് നമ്മളതിൻ്റെ ഫ്രീക്വൻസിനെ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ പറയും. ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ വേറെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നില്ല. ജസ്റ്റ് ഒരു തവണ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ വൈബ്രേഷൻ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. ഇനി ഫോഴ്സ്ഡ് ഓർ ഹാർമോണിക്കലി എക്സൈറ്റഡ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ വെൻ എ ബോഡി വൈബ്രേറ്റ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഊഞ്ഞാലാട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തവണ ആടി കൊണ്ട് വീണ്ടും നമ്മൾ വലിച്ചു വിടുവാണ്. ദാറ്റ് ഈസ് ഹാർമോണിക്കലി എക്സൈറ്റഡ് ഓർ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കാര്യം നമ്മൾ പീരിയോഡിക്കലി ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇനിഷ്യൽ ഡിസ്റ്റർബൻസ് കൊടുത്താൽ മാത്രമല്ല വീണ്ടും ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വെൻ എ ബോഡി വൈബ്രേറ്റ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് then the ensuing vibration is known as forced vibration or harmonic excited vibration. ഇനി ഈ ഹാർമോണിക്കലി എക്സൈറ്റഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻസിൻ്റെ ഫ്രീക്വൻസി ആ ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആക്കിയാൽ, അതായത് ആ ബോഡി നാച്ചുറലി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയാൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ മാക്സിമം ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ന് വിളിക്കും? റെസൊണൻസ് എന്ന് വിളിക്കും. വായിച്ചു നോക്കുക, അറിയാവുന്ന സാധനമാണ്. ഡാംബർ വൈബ്രേഷൻസ് അറിയാമല്ലോ. അതായത് വെൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ റെഡ്യൂസസ് ഇൻ എവറി സൈക്കിൾ then it is known as damped. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കുറയണമെങ്കിൽ നമ്മളവിടെ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വൈബ്രേഷൻസിനെ നമ്മൾ ഡാംപ്ഡ് വൈബ്രേഷൻസ് എന്ന് വിളിക്കും. ഇനി വൈബ്രേറ്ററി മോഷൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ വൈബ്രേഷൻസിൻ്റെ ടൈപ്സ് എത്രയാണ്? അപ്പം ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. വൈബ്രേഷൻ നിങ്ങൾ ഇത് എഴുതണോ എന്നുള്ളത്. ടൈപ്സ് ഓഫ് വൈബ്രേറ്ററി മോഷൻ അത് എഴുതണോ, അത് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ഇത് എഴുതണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വൈബ്രേറ്ററി മോഷനാണത്, ഇത് ടൈപ്സ് ഓഫ് വൈബ്രേഷനാണ്. പക്ഷേ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കും. അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, രണ്ടും എഴുതാൻ പാടില്ല. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ പല ടൈപ്പ്. ഒന്ന് ലോഞ്ചിറ്റ്യൂണൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷണൽ. നമുക്കിവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ദ ഷാഫ്റ്റ്. ഇത് നമ്മുടെ ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റിലൊരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിലൊരു പാർട്ടിക്കിളുണ്ട്. ഇതാണ് പാർട്ടിക്കിൾ എന്ന് നോക്കുക. ഞാൻ മുകളിലേക്കും താഴേക്കും ഇതിനെ ജസ്റ്റ് വലിച്ചു വിടുന്നു. എന്ത് സംഭവിക്കുന്നു? ഇത് മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ്, നമ്മൾ നേരത്തെ കണ്ട സിസ്റ്റം പോലെ. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ടിക്കിൾ ഒന്ന് നോക്കി. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റിന് പാരലായിട്ടല്ലേ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ അണ്ടർ വൈബ്രേഷൻ ഈസ് മൂവിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ്റെ ഡെഫിനിഷൻ. When the particles of the shaft or disc moves parallel to the axis of the shaft, then the ensuing vibration is called longitudinal vibration. രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണെങ്കിൽ ഇവിടെ ഈ പാർട്ടിക്കിൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ഒരു വലിവ് കൊടുത്തു വിടും, ഇങ്ങോട്ടൊന്ന് വലിച്ചു വിടും. സമയത്ത് ഇങ്ങനെ നടന്നു, അതായത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ നടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് അല്ലേ.
അപ്പോൾ ഷാഫ്റ്റിൻ്റെ ആക്സിന് വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ബോഡിയുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ അപ്രോക്സിമേറ്റ്ലി മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ആക്സിസിന് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈബ്രേഷൻസ് നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ഷാഫ്റ്റ് ഓർ ഡിസ്ക് മൂവ്സ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ആൻഡ് വാട്ട് ഈസ് ടോർഷണൽ വൈബ്രേഷൻ? ടോർഷണൽ വൈബ്രേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഇത് നമ്മുടെ ഡിസ്ക്. അപ്പോൾ ഡിസ്കിൽ ഇവിടെ ഫോഴ്സ് കൊടുത്ത ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ ഒരു ആക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൊട്ടേഷനാണ്. അത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് വിട്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ട്വിസ്റ്റിങ് നടക്കൂലേ? നമ്മൾ ഈ തുണി കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യത്തില്ലേ? മുടുക്കത്തില്ലേ? അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? മോഷൻ. ആ രീതിയിലുള്ള മോഷനാണ്. അതായത് ആക്സിസ് നടുക്കത്തെ ആക്സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് പാർട്ടിക്കിൾ ഈസ് ഹാവിങ് എ റോട്ടറി മോഷൻ ഓർ കർവ്ഡ് മോഷൻ. അതായത് വെൻ ദ പാർട്ടിക്കിൾ അണ്ടർ വൈബ്രേഷൻ മൂവ്സ് ഇൻ എ സർക്കിൾ or arc about the axis of the shaft then ensuring vibration is known as torsional vibration. ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആലോചിച്ച് വെക്കുക, പടം വരയ്ക്കുക, ഡെഫിനിഷൻ എഴുതുക. ഇനി നെക്സ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഒരു വൈബ്രേറ്ററി സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണം, അല്ലെങ്കിൽ ഇത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം കംപ്ലീറ്റ്ലി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിസ്റ്റം എടുത്ത് ഇതൊരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് മൂവ് ചെയ്യുന്ന മുകളിലേക്കും താഴേക്കും മാത്രം ഒരു ഡയറക്ഷനിലുള്ള ഒരു ഫ്ലോ ആണ്, മോഷനാണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റമാണ്. ഇനി ഇത് നോക്കിയേ, ഇതും അങ്ങനെയാണ്. ഈ ഒരു പ്ലെയിൻ നമ്മുടെ ഈ പേപ്പർ പ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്പിൾ പെൻഡുലം റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു ഡയറക്ഷനിലുള്ള എന്താണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലുള്ള കോർഡിനേറ്റ്സ് മതി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് മതി ഇതിൻ്റെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ. ദെയർഫോർ ഇറ്റ് ഈസ് ഹാവിങ് എ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതിന് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇനി അതേസമയം ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് ഈ M1 എന്ന് പറയുന്നത് 2 മാസമുള്ള സിസ്റ്റം എടുക്കുമ്പോൾ M1 എന്ന് പറയുന്ന സിസ്റ്റവും M2 എന്ന് പറയുന്നത് M1ന് X1 ഡിസ്പ്ലേസ്മെൻറ്റും M2ന് X2 ഡിസ്പ്ലേസ്മെൻറ്റും ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനും 2 ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. M1 താഴോട്ട് X1 ഡിസ്പ്ലേസ് ചെയ്യും, M2 എന്ന് പറയുന്നത് താഴോട്ട് X2 ഇതിനെ X2 ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്യും. എന്തിന്? ഈ സ്പ്രിങ്ങിനെ. ഇപ്പോൾ K1 K2 എന്താണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കും കേട്ടോ. അതിൻ്റെ കൂടെ സ്റ്റിഫ്നെസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കവർ ചെയ്യാം. ഇത് ഫുള്ള് തിയറി ആയതുകൊണ്ട് ആ തിയറി മോഡൽ എല്ലാം കൂടെ ഉള്ള ഒരുമിച്ചെടുത്തും കിട്ടതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ X1 എനിക്ക് വേണം, X2 വേണം ഈ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ മിനിമം 2 ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് വേണമെന്നുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം കംപ്ലീറ്റ്ലി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തിയറി ആയിട്ട് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നോക്കേണ്ടത്. അത് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇതിൻ്റെ നോട്ട് ഞാൻ PDF ഇട്ടേക്കാം.